1930-കളിൽ ഗാന്ധി ഒരു പ്രബന്ധം എഴുതുന്നുണ്ട്. ആ പ്രബന്ധത്തിന്റെ പേര് കാസ്റ്റ് മസ്റ്റ് ഗോ എന്നാണ്. കാസ്റ്റ് മസ്റ്റ് ഗോ, ജാതി പോകണം. ആ പ്രബന്ധത്തിന്റെ ടൈറ്റിൽ മാത്രം വായിച്ചവരെല്ലാം കരുതി, ഓ ഗാന്ധി പറഞ്ഞു ജാതി പോകണം, എന്തു വേണം, എന്തതിശയമേ ദൈവത്തിൻ കളികൾ, എത്ര മനോഹരമേ. തെറ്റിദ്ധരിച്ചു. പക്ഷെ പ്രബന്ധത്തിന്റെ വരികളിലോട്ട് നമ്മൾ കടക്കണം. ഐ ബിലീവ് ഇൻ വർണ്ണാശ്രമ ഓഫ് ദി വേദാസ് which in my opinion is based on absolute equality of status, notwithstanding passages to the contrary in the Smritis and elsewhere. വേദങ്ങളിലെ വർണ്ണാശ്രമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതെന്റെ അഭിപ്രായത്തിൽ സ്മൃതികളിലെയും മറ്റിടങ്ങളിലെയും വിരുദ്ധമായ നിലപാടുകളല്ല, പദവിയുടെ സമ്പൂർണ്ണ സമത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കാസ്റ്റ് മസ്റ്റ് ഗോയിൽ ഗാന്ധി പറഞ്ഞു, തോട്ടിപ്പണി ചെയ്യുന്ന തോട്ടിയും പൂജാരിയായിട്ടുള്ള ബ്രാഹ്മണനും തുല്യരാണ്. തോട്ടിയും ബ്രാഹ്മണരും തുല്യരാണ്. എങ്ങനെയാ തോട്ടിയും ബ്രാഹ്മണനും തുല്യരാകുന്നു? ഈ ചരിത്ര പ്രശ്നം ഇന്നും പരിഹരിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഹിന്ദുത്വവാദികൾ ഉപയോഗിക്കുന്ന എന്താണ്? ഈ വാദമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, തുല്യരാണെന്ന് പറയുന്ന വാദം. സനാതന ധർമ്മത്തോട് എന്തായിരുന്നു ഗാന്ധിയുടെ നിലപാട് നമ്മൾ പരിശോധിച്ചുകൊണ്ട് മാത്രമേ ഗാന്ധി ഗുരു സംവാദത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ഗാന്ധി മാറി എന്നാണ് വാദം. ഞാൻ ആ വാദത്തിലേക്കാണ് വരുന്നത്. ഗാന്ധി മാറി. 20-ലുള്ള ഗാന്ധി അല്ല 25, 25-ലെ ഗാന്ധി അല്ല 35, 35-ലെ ഗാന്ധി അല്ല 42. ഗാന്ധി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ശരിയാ, ഗാന്ധി വളർന്ന് പ്രായമായി, അംഗീകരിക്കുന്നു. പക്ഷെ വർണ്ണാശ്രമ ധർമ്മത്തോടുള്ള ഗാന്ധിയുടെ നിലപാട് മാറിയോ? മാറിയെന്ന് ചില ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത്. മാറിയതേ ഇല്ല. 36-ൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് പുറത്തു വന്നു. ഹിന്ദുത്വവാദികളല്ല രംഗത്ത് വന്ന, ഗാന്ധിയെ രംഗത്ത് വന്നു. അനിഹിലേഷൻ ഓഫ് കാസ്റ്റിനെതിരെ രംഗത്ത് വന്നത് ആരാണ്? ഗാന്ധിയെ. അദ്ദേഹം പറഞ്ഞു, ജാതിക്ക് മതത്തിൽ ഒരു കാര്യവുമില്ല, ജാതി ഒരു ആചാരമാണ്, അതിന്റെ ഉറവിടം ഏതെന്ന് എനിക്കറിയില്ല, എന്റെ ആത്മീയ വിശപ്പിന്റെ തൃപ്തിക്ക് അത് അറിയേണ്ട കാര്യമില്ല. ഈ ഒരു പോയിന്റ് ഗുരുവിന് പറയാൻ കഴിയില്ല കേട്ടോ, അംബേദ്കർക്കും പറയാൻ കഴിയില്ല. എനിക്കത് അറിയേണ്ട ആവശ്യമില്ലെന്ന് ഒരിക്കലും അംബേദ്കർക്കും ഗുരുവിനും പറയാൻ കഴിയില്ല. എല്ലാ തൊഴിലും നല്ലതാണ്, നിയമപരമാണ്, പദവിയിൽ തീർത്തും തുല്യവുമാണ്. ഒരു ബ്രാഹ്മണന്റെ തൊഴിലും തോട്ടിയുടെ തൊഴിലും തുല്യമാണ്. ആര് പറഞ്ഞു? ഗാന്ധി പറഞ്ഞു. 1937 ജനുവരി 16 ശിവഗിരിയിലെ യോഗത്തിൽ വർണ്ണം ഈശ്വര നിയമമാണെന്നും അതിനെ നിരാകരിക്കരുതെന്നും ഗാന്ധി പറഞ്ഞു. 36-ൽ മാറിയോ? മാറിയില്ല. 30-കളുടെ ആദ്യത്തിലാണ് കാസ്റ്റ് മസ്റ്റ് ഗോ എഴുതിയത്. അന്നും വർണ്ണാശ്രമ ധർമ്മത്തിൽ ഉറച്ചു നിന്നു. 36-ലും മാറ്റമൊന്നുമില്ല. അത് 37-ൽ 34-ൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. കൂർക്കഞ്ചേരിയില് ഈഴവരെല്ലാരും കൂടെ ചേർന്ന് വലിയൊരു സ്വീകരണം കൊടുക്കുന്നുണ്ട് ഗാന്ധിക്ക്. അന്ന് ഗാന്ധി അവരെ ഉപദേശിച്ചു, വർണ്ണാശ്രമ ധർമ്മം എന്ന നിലയിൽ പ്രത്യക്ഷപ്പെടുന്ന ജാതി വ്യവസ്ഥ ഒരു സനാതന നിയമമാണ്. എന്താണ്? സനാതന നിയമമാണ്. 34 ജനുവരി 17 കൂർക്കഞ്ചേരിയിൽ. ഇതേ പ്രസംഗത്തിൽ ഗാന്ധി ഗുരുവിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. ഞാൻ അദ്ദേഹവുമായി ചർച്ചകൾ പലതും നടത്തി, എന്നാൽ ഞാൻ ഇവിടെ നൽകിയ വർണ്ണധർമ്മ വ്യാഖ്യാനത്തിനെതിരായി അദ്ദേഹം ഒന്നും പറഞ്ഞതായി ഓർക്കുന്നില്ല. ഓർമ്മയില്ല, പോയി. ഗാന്ധിയുടെ അഭിപ്രായം മൂലം യാഥാസ്ഥിതികർക്ക് ശക്തി കൂടിയിട്ടുണ്ട് എന്നൊരു ഭക്തൻ പറഞ്ഞപ്പോൾ ഗുരു പ്രസ്താവിച്ചത് എന്താണ്? ഗാന്ധി അങ്ങനെ പറഞ്ഞത് നല്ല പോലെ ആലോചിച്ചിട്ടില്ലായിരിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പൊ ചുരുക്കത്തിൽ ഗാന്ധിയുടെ നിലപാടുകൾ, വർണ്ണാശ്രമ ധർമ്മത്തെ സംബന്ധിച്ച നിലപാടുകൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് 20-കൾ മുതൽ പിന്നീടുള്ള ഓരോ സംഭാഷണത്തിനും. സത്യത്തിൽ ഇത് നമുക്ക് ആർക്കൈവിസിൽ തന്നെയുള്ള പ്രസംഗങ്ങളാണ് ഇതെല്ലാം. ഈ പ്രസംഗങ്ങൾ, ഞാൻ ആ പ്രസംഗത്തിന്റെ ക്രക്സ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, കാരണം അതിനുള്ള സമയവും സാവകാശമേ ഉള്ളൂ. അപ്പൊ ചുരുക്കത്തിൽ ഈ സത്യാഗ്രഹ മോഡൽ എന്ന സങ്കല്പം തന്നെ അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ സത്യാഗ്രഹ മോഡലിനെ ഗാന്ധി നോക്കിക്കണ്ടതുപോലെ അല്ല ഡോക്ടർ ബി ആർ അംബേദ്കറും ഗുരുവും നോക്കിക്കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്.
ഇത് ഇവർ 3 പേരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വിയോജിപ്പിന്റെ ഒരു സംവാദ സ്ഥലമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിയോജിപ്പുകൾ പറയുന്ന ഒരു സംവാദ സ്ഥലത്ത് വെച്ചിട്ടാണ്, ആ സംവാദ ഇടത്തിലാണ് ഈ വിയോജിപ്പുകൾ പരസ്യമാകുന്നത്, കൂടുതൽ വിപുലമാകേണ്ടത് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ആമുഖമായി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഗുരുവും ഗാന്ധിയും തമ്മിലുള്ള സംഭാഷണത്തിലേക്ക് കടക്കുവാൻ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെക്കണം. ഇണ്ടത്തുരുത്തി നടന്ന സംഭവവികാസങ്ങളെല്ലാം കഴിഞ്ഞ് ഗുരുവിനെ കാണുവാനായി ഗാന്ധിയാശ്രമത്തിൽ ഗാന്ധി എത്തുമ്പോൾ വളരെ വിപുലമായൊരു സംവാദമാണ് അവിടെ നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഹിന്ദുമതം മോക്ഷത്തിന്, ഞാൻ ഈ സംഭാഷണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ സൂചിപ്പിച്ചത്, ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തം തന്നെയോ സ്വാമി എന്ന് ഗാന്ധി ഗുരുവിനോട് ചോദിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് അത്തരൊരു ചോദ്യം ചോദിക്കുന്നത്? ഗാന്ധി അടിസ്ഥാനപരമായ ഒരു സനാതനിയാണ്. സനാതനമായ ധർമ്മത്തിൽ, വർണ്ണാശ്രമ ധർമ്മത്തിൽ അദ്ദേഹം അഗാധമായി വിശ്വസിക്കുന്നു എന്നതുകൊണ്ട്. ഗുരു ഒരു സനാതനിയായിരുന്നില്ല. ഗുരു പറഞ്ഞു, അന്യമതങ്ങളിലും മോക്ഷമാർഗങ്ങൾ ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ട് എന്ന് ഗുരുസ്വാമികൾ പറയുന്നത്? എന്തുകൊണ്ടാണ്? അതിന് ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട്. തപസ് ചെയ്ത ശംഭൂകനെ, മോക്ഷത്തിനായിട്ട് തപസ് ചെയ്ത ശംഭൂകനെ വധിച്ച പാരമ്പര്യമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ. ഇവിടെ മോക്ഷമാർഗം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. എന്താണ്? മോക്ഷത്തിനായിട്ട് തപസ് ചെയ്ത ശംഭൂകന്റെ ഗളച്ഛേദം നടത്തിയ പാരമ്പര്യമാണ് സനാതന ധർമ്മത്തിനുള്ളത്. വെറുതെ വിട്ടില്ല. വസിഷ്ഠാദി ബ്രാഹ്മണർ, ആ വസിഷ്ഠാദി ബ്രാഹ്മണനെ രാമൻ വിളിച്ചു വരുത്തി. ഒരിക്കൽ അയോധ്യ രാജധാനിയുടെ മുമ്പിൽ മരിച്ചുപോയ ബ്രാഹ്മണ ബാലന്റെ ശരീരവുമായി ഒരു വൃദ്ധ ബ്രാഹ്മണൻ വന്ന് കേണു. ഈ രാമരാജ്യത്ത് ഈ രാമന്റെ ഭരണം ശരിയല്ലാത്തത് കൊണ്ടാണ് എന്റെ മകൻ മരിക്കാനിടയായത് എന്നാണ് വൃദ്ധ ബ്രാഹ്മണൻ വിലപിച്ചത്. ആ വിലാപത്തിന്റെ കാരണം അന്വേഷിച്ചു വസിഷ്ഠാദി ബ്രാഹ്മണരോട് രാമൻ. ഈ മന്ത്രി പുങ്കവന്മാർ രാമനോട് പറഞ്ഞു, ഒരിക്കലും കൃതയുഗത്തിലോ ത്രേതായുഗത്തിലോ ദ്വാപരയുഗത്തിലോ കലിയുഗത്തിലോ ത്രൈവർണികരല്ലാത്ത ആരും തന്നെ തപസ് ചെയ്യാൻ അധികാരമുള്ളവരല്ല. ത്രൈവർണികർക്ക് മാത്രമേ തപസ് ചെയ്യാൻ അധികാരമുള്ളൂ, മറ്റാർക്കും തപസ് ചെയ്യാൻ അധികാരമില്ല. അങ്ങനെ ത്രൈവർണികർക്ക് പുറത്തുള്ള ആരോ ഇവിടെ തപസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ബ്രാഹ്മണ ബാലൻ മരിക്കാനിടയായത്. എന്തുകൊണ്ടാണ് ബ്രാഹ്മണ ബാലൻ മരിച്ചത്? ത്രൈവർണികനല്ലാത്ത ഒരാൾ തപസ് ചെയ്തതുകൊണ്ടാണ് ബ്രാഹ്മണ ബാലൻ മരിച്ചത്. എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിലേക്ക് ത്രൈവർണികരല്ലാത്ത ആരെയും തന്നെ അടുപ്പിക്കാത്ത വ്യവസ്ഥയുടെ പേര് കൂടിയാണ് രാമരാജ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സർവകലാശാല എന്ന് പറയുന്ന ഒരു രാമരാജ്യ വ്യവസ്ഥിതിക്കകത്ത് നിലനിൽക്കുക, ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് വന്നിട്ടില്ല. ത്രൈവർണികർക്ക് മാത്രമുള്ള ഇടങ്ങളായി സർവകലാശാലകളെ മാറ്റിയിരിക്കുന്നു. ഇങ്ങനെയാണ് രാമരാജ്യം തുടരുന്നത്. നമ്മൾ വിചാരിക്കും രാമരാജ്യം എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ദളിതരുടെ ചെവിയിൽ ഈയ ഒരുക്കി ഒഴിക്കും, പിടിച്ചു നിർത്ത്, ഉയ്യ ഒരുക്കി ഒഴിക്കും. നമ്മൾ അങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പൊ ആരുടെയും ചെവിയിൽ ഈയ ഒരുക്കി ഒഴിക്കുന്നില്ലല്ലോ. വേണ്ട, ഈ ഒരിക്കലും ഒഴിക്കത്തില്ല. പക്ഷേ ഈ രീതിയിലുള്ള പുറന്തള്ളൽ ഹിംസ വളരെ കാര്യക്ഷമമായിട്ട് നടക്കുന്നുണ്ട്. അങ്കുൽ പലിവാളിന്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ 96% തസ്തികകളിലും വരേണ്യ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് അധ്യാപകരായിട്ടുള്ളത്. ദളിതരും ആദിവാസികളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം പടിക്ക് പുറത്താണ്. കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകളുടെ സ്കൂളുകളുടെ അവസ്ഥയും തഥൈവ. എയ്ഡഡ് കോളേജുകളുടെ സ്കൂളുകളുടെയും കാര്യം പറയാനും ഇല്ല. രാമരാജ്യമാണ്, രാമരാജ്യം തന്നെ, ജനാധിപത്യ വ്യവസ്ഥയല്ല. തപസ് ചെയ്യുന്ന ശംഭൂകനെ അന്വേഷിച്ച് രാമൻ പോവാണ്. അങ്ങനെ നോക്കുമ്പോൾ വൃക്ഷത്തിന് കീഴിൽ തലകീഴായി തപസ് ചെയ്യുന്ന ശംഭൂകനെ കാണുകയാണ് രാമൻ. ചെന്ന് ചോദിക്കുകയാണ് രാമനോട്, താങ്കളുടെ ജാതി ഏതാണ്? കസ്യാം യോന്യാം. എന്താണ് നാരായണ ഗുരുസ്വാമികൾ കേരളത്തെ പഠിപ്പിച്ചത്? നാരായണ ഗുരുസ്വാമികൾ കേരളത്തെ പഠിപ്പിച്ചത് പേരൂരു തൊഴിൽ ഈ മൂന്നും പോരുമായത് കേൾക്കണം, ആരു നീ എന്ന് കേൾക്കണ്ട, നേര് നെയ് തന്നെ ചൊൽകയാൽ എന്നാണ് ഗുരുസ്വാമികൾ കേരളത്തെ പഠിപ്പിച്ചത്. പേര്, ഊര്, തൊഴിൽ, ഇത് മൂന്നും അറിഞ്ഞാൽ മതി. ആര് നീ എന്ന് കേൾക്കണ്ട.
നീ ആരാണെന്ന് അറിയേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? നേര് മെയ് തന്നെ ചൊൽകയാൽ, തന്റെ ശരീരം തന്നെ മനുഷ്യരാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഗുരു പറഞ്ഞു, മനുഷ്യാണാം മനുഷ്യത്വം ജാതർഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേത്തി കോപിന. യഥാ ഗവാം ഗോത്വം, എപ്രകാരമാണോ പശുവിന് പശുത്വം, തഥാ അപ്രകാരം മനുഷ്യാണാം മനുഷ്യത്വം ജാതി, അപ്രകാരം മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി എന്ന് ഗുരു പറയുന്നുണ്ട്. ന ബ്രാഹ്മണാതിരസ്യൈവം, ബ്രാഹ്മണാദിഭേദങ്ങൾ നിലനിൽക്കുന്നില്ല. അസ്യ തത്വം ന വേത്തി, പക്ഷെ ഈ തത്വം ആരും അറിയുന്നില്ലല്ലോ എന്ന് ഗുരുസ്വാമികൾ പറഞ്ഞു. പക്ഷെ ഈ തത്വം ആരറിഞ്ഞില്ല? ഈ തത്വം രാമൻ അറിഞ്ഞുകൂടായിരുന്നു. ബ്രാഹ്മണാദിഭേദങ്ങൾ നിലനിൽക്കുന്നില്ല എന്ന തത്വം ഗുരുവിനറിയാം. ആർക്കറിഞ്ഞുകൂടാ? രാമൻ അറിഞ്ഞുകൂടാ. രാമന് ഗുരുവിന്റെ ക്ലാസ് വേണ്ടി വരും. രാമന് ഗുരുസ്വാമികളുടെ ക്ലാസ് വേണ്ടി വരും. എങ്ങനെ എത്തിച്ചു കൊടുക്കും? നമ്മളിനി ത്രേതായുഗത്തിലേക്ക് പോകണോ ഗുരുസ്വാമികളുടെ ജാതി നിർണയവും ജാതി ലക്ഷണവും പഠിപ്പിക്കാൻ? പക്ഷേ ആധുനിക കാലത്ത് ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് ഹിംസാത്മകമായി ദളിതരെയും മുസ്ലിങ്ങളെയും ആദിവാസികളെയും പിന്നോക്ക ജനതയെയും തല്ലിക്കൊല്ലുമ്പോൾ കേരളത്തിന്റെ മഹാനായ നായകൻ നാരായണ ഗുരുസ്വാമികളെ മുൻനിർത്തി ഹിംസാത്മകമായ രാമപാഠങ്ങളെ നമുക്ക് പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കേരളത്തിന്റെ പാഠം, കേരളത്തിന്റെ മാതൃക എന്ന് പറയുന്നത് സൃഷ്ടിച്ചത് നാരായണ ഗുരുസ്വാമികളാണ്. രാമായണങ്ങളോ രാമപാഠങ്ങളോ അല്ല കേരള ചരിത്രത്തെ സൃഷ്ടിച്ചത്. നമ്മൾ പൊതുവെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഈ ബഹുസ്വര രാമായണം, 100,000 രാമായണം, പല രാമായണം എന്നൊക്കെ പറയാറുണ്ട്. പ്രവർത്തിക്കുന്ന രാമായണം ഏതാണെന്ന ചോദ്യം. പല രാമായണമൊക്കെ ഉണ്ട്, ശരിയാ, അംഗീകരിച്ചു. കവിവര രാമോദം ഉൾക്കൊണ്ട് കേൾക്കൊണ്ട് ഞാനെന്ന് എഴുത്തച്ഛൻ പറയുന്നുണ്ട്. രാമായണങ്ങൾ പലതും കവിവര രാമോദം എന്നൊക്കെ എഴുത്തച്ഛൻ പറയുന്നുണ്ട്. പല രാമായണമുണ്ട്. പക്ഷെ പ്രവർത്തിക്കുന്ന രാമായണം ഏതാണെന്ന ചോദ്യം. പ്രവർത്തിക്കുന്ന രാമായണം എഴുത്തച്ഛന്റെ രാമായണവും വാൽമീകിയുടെ രാമായണവുമാണ്. അപ്പൊ നിങ്ങൾ മാപ്പിള രാമായണത്തൊക്കെ പറ്റി പറയാവുന്നേ ഉള്ളൂ. പ്രവർത്തിക്കുന്നത് ആരാ? പ്രവർത്തിക്കുന്ന എഴുത്തച്ഛന്റെ രാമായണവും വാൽമീകിയുടെ രാമായണവുമാണ്. ആ രാമപാഠത്തെ എങ്ങനെ പ്രതിരോധിക്കും? ഹിംസാത്മകതയെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് ചോദ്യം. ശംഭൂകനോട് ചോദിച്ചു, താങ്കളുടെ ജാതി ഏതാണ്? ഞാൻ ശൂദ്രനാണ് എന്ന് പറഞ്ഞ മാത്രയിൽ ശംഭൂകന്റെ ശിരസ് രാമൻ വെട്ടിപ്പിളർക്കുകയാണ്. അപ്പോൾ സ്വർഗലോകത്തിരുന്ന് യമനും നൃതിയും വരുണനും കൈകൊട്ടി, ബലേഭേഷ്, ആ ശുംഭന് ഈ സ്വർഗലോകത്തേക്ക് വരില്ലല്ലോ. ഒരു ശൂദ്രന്റെ ഗതി ഇതാണെങ്കിൽ ബാക്കിയുള്ളവരുടെ ഗതി എന്താ? സന്ധ്യക്കിരുന്ന് ഭയങ്കരം ചൊല്ലല, രാമ രാമ പാകിമ മുകുന്ദ രാമ പാകിമ, രാമപാദം ചേരണേ മുകുന്ദ രാമ പാകിമ. സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ച, പക്ഷെ രാമൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ശൂദ്രനും പ്രവേശനമില്ല. കേരളത്തിലെ ശൂദ്ര പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. കേരളീയ ശൂദ്ര പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾക്കും രക്ഷയില്ല. ദളിതരുടെ ആദിവാസികളുടെയും കാര്യം അവിടെ ഇരിക്കട്ടെ, നിങ്ങളുടെ ശൂദ്രരുടെ കാര്യം കഴിഞ്ഞുള്ള മറ്റുള്ളവരുടെ കാര്യം. ഈ രാമൻ ജപിക്കുന്ന ശൂദ്രർക്കും രക്ഷയില്ലെന്നാണ് ശംഭൂകന്റെ കഥ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? ഇതാണ് അവസ്ഥ. ഇങ്ങനെ മോക്ഷത്തിനായി തപസ് ചെയ്ത ശംഭൂകന്റെ തലയറുത്ത ചരിത്രം നാരായണ ഗുരുസ്വാമികൾക്ക് അറിവുള്ളത് കൊണ്ടാണ് ഗുരുസ്വാമികൾ പറഞ്ഞത്, രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു. രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തം തന്നെയോ സ്വാമി എന്ന് എസ്ഓർനോ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഗുരുവിന്റെ മനസ്സിൽ ചരിത്രം അലയടിക്കുകയായിരുന്നു. അതുകൊണ്ട് എസ്ഓർനോ ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തില്ല. അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ എന്നാണ് ഗുരുസ്വാമികൾ പറഞ്ഞത്. ഇതിനൊരു ചരിത്ര പശ്ചാത്തലം. ഗുരു ഇങ്ങനെ അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ എന്ന് പറഞ്ഞതിന് വലിയൊരു ചരിത്ര പാരമ്പര്യമുണ്ട്. ഗുരു അങ്ങനെ അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഉത്തരേന്ത്യയിൽ ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ സത്യാർത്ഥ പ്രകാശത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. സത്യാർത്ഥ പ്രകാശത്തിൽ ക്രിസ്തുമത ഖണ്ഡനം, ഇവിടെ ചട്ടമ്പി സ്വാമികളുടെ നേതൃത്വത്തിൽ ക്രിസ്തുമത ഛേദനം. എന്തിനാണ് ക്രിസ്തുമതച്ഛേദനം ചട്ടമ്പി സ്വാമിക്ക് എഴുതേണ്ടി വന്നത്? 1930കളിൽ ക്ഷേത്രപ്രവേശന കമ്മിറ്റി റിപ്പോർട്ട് വരുന്നുണ്ട് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ നേതൃത്വത്തിൽ.
ആ റിപ്പോർട്ടിൽ പറയുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ സാന്നിധ്യവും മുഹമ്മദ് മതത്തിന്റെ സാന്നിധ്യവും കേരളത്തിലെ ജാതി വ്യവസ്ഥയ്ക്ക് അലോസരങ്ങൾ സൃഷ്ടിച്ചു എന്നാണ്. ജാതി വ്യവസ്ഥയെ തകിടം മറിച്ചു. ഏതിന്റെ സാന്നിധ്യം? മുഹമ്മദ് മതത്തിന്റെ സാന്നിധ്യം, ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളും. റോബിൻ ജെഫ്രി എഴുതുന്നുണ്ട്, പുലയ സമുദായത്തിന്റെ വളർച്ചയ്ക്ക് ക്രിസ്ത്യൻ മിഷണറിമാർ ഒരു ഉപാദാനമായി വർത്തിച്ചു എന്ന് ഡിക്ലൈൻ ഓഫ് നായർ ഡൊമിനൻസ് എന്ന് പറയുന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ റോബിൻ ജെഫ്രി നിരീക്ഷിക്കുന്നുണ്ട്. ചട്ടമ്പിസ്വാമി നോക്കുമ്പോൾ കാണുന്ന എന്താണ്? ക്രിസ്ത്യൻ മിഷണറിമാർ ഇതൊരു ചാത്തൻ മതമാണ്, ഒരു പേഗൻ മതമാണെന്ന നിലയ്ക്ക് ഹിന്ദു മതത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഈ ആക്രമണത്തെ തടുക്കുവാനാണ് ചട്ടമ്പിസ്വാമികൾ എന്തെഴുതിയത്? ക്രിസ്തുമത ഛേദനം എഴുതിയത്. സത്യാർത്ഥ പ്രകാശത്തിൽ ദയാനന്ദ സരസ്വതി ഇങ്ങനെ മുഴുവൻ മതങ്ങളെയും കടന്നാക്രമിക്കുക. എന്നിട്ട് വേദങ്ങളിലേക്ക് മടങ്ങാനാണ് ആര് പറഞ്ഞത്? ദയാനന്ദ സരസ്വതി പറഞ്ഞത്. എങ്ങനെയുള്ള വേദങ്ങളിലേക്ക്? ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃതഃ ഊരുതദസ്യ വൈശ്യഃ അഭ്യാം ശൂദ്രോ അജായത. ബ്രാഹ്മണൻ മുഖത്തു നിന്നുണ്ടായി എന്ന് പറയുന്ന, ശൂദ്രൻ പാദങ്ങളിൽ നിന്നുണ്ടായി എന്ന് പറയുന്ന വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ ലോകത്തേക്ക് തിരിഞ്ഞ മടങ്ങാനാണ് ആര് പറയുന്നത്? ദയാനന്ദ സരസ്വതി പറഞ്ഞത്. 36 ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് ശേഷം ആലപ്പുഴയിൽ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ ഒരു യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിൽ സഹോദരൻ അയ്യപ്പൻ ഗുരുസ്വാമികളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഗുരുസ്വാമികൾക്ക് വേദം അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല അദ്ദേഹം വേദം ഉദ്ധരിക്കാതിരുന്നത്, അത് ഉദ്ധരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് ഗുരുവിന് അറിയാമായിരുന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹം വേദപാഠങ്ങളിലേക്ക് കടക്കാതിരുന്നത് എന്ന് നാരായണ ഗുരുസ്വാമികളുടെ നേർശിഷ്യൻ സഹോദരൻ അയ്യപ്പൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷമാണ് ആലപ്പുഴയിൽ നടക്കുന്ന യോഗത്തിൽ സഹോദരൻ അയ്യപ്പൻ ഇങ്ങനെ പറയുന്നത്. സനാതനികളുടെ ധർമ്മസങ്കല്പവും ഗുരുവിന്റെ ധർമ്മസങ്കല്പവും എപ്രകാരമാണ് വ്യത്യാസപ്പെടുന്നത് എന്നും സഹോദരൻ അയ്യപ്പൻ സൂചിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ എഴുതപ്പെടുന്ന ദശാധ്യായി എന്ന് പറയുന്നൊരു ജ്യോതിഷ ഗ്രന്ഥമുണ്ട്. വരാഹമിഹിരന്റെ ബൃഹജ്ജാതകത്തിന് സംസ്കൃതത്തിൽ തന്നെ രചിക്കപ്പെട്ട ഒരു വ്യാഖ്യാന ഗ്രന്ഥമാണ് തലക്കുളത്തൂർ ഭട്ടതിരിയുടെ ദശാധ്യായി. ദശാധ്യായില് ബൃഹജ്ജാതകത്തിലെ മൂർത്തത്വേ പരികൽപ്പിത ശശവൃതോ വന്ന പുനർജന്മന ആത്മേത്യാത്മവിതാം ക്രതുശ്ചേകതാം എന്ന് തുടങ്ങുന്ന ശ്ലോകം വ്യാഖ്യാനിച്ചുകൊണ്ട് തലക്കുളത്തൂർ ഭട്ടതിരി പറയുന്നത്, ത്രൈവർണികർക്ക് മാത്രമേ മോക്ഷത്തിന് അധികാരമുള്ളൂ, ബാക്കി ആർക്കും മോക്ഷത്തിന് അധികാരമില്ലെന്ന്. ഇതെല്ലാം മനസ്സിലാക്കിയിരുന്നത് കൊണ്ടാണ് ഗുരു എന്ത് പറഞ്ഞത്? അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ എന്ന്. രാമാദികളുടെ കാലത്താണെങ്കിൽ ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു എന്ന് പറയുന്നതിലൂടെ സനാതനധർമ്മം ഇന്ത്യയിലെ ബഹുജനങ്ങളെ, ഇന്ത്യയിലെ ദളിതരെ, ഇന്ത്യയിലെ ആദിവാസികളെ വൈജ്ഞാനികമായ ഉയർച്ചയിലേക്കോ അത്തരം വിമോചനാത്മകതയിലേക്കോ കടക്കുവാൻ അനുവദിക്കുകയില്ല എന്ന് ഗുരുസ്വാമികൾ ആഴത്തിൽ തിരിച്ചറിഞ്ഞിരുന്നത് കൊണ്ടാണ് അന്യമതങ്ങളിലെ മോക്ഷമാർഗമുണ്ടല്ലോ എന്ന് പറയുന്നതിന് ഒരു കാരണം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അത് കേരളം ഇന്ന് വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്, അത് മതത്തെ മുൻനിർത്തിയുള്ള ഒരു ആഖ്യാനമാണ്. എന്തുകൊണ്ടാണ് അന്യമതങ്ങളിലേക്ക് ഗുരു കൺതുറന്നത്? അത് ഗുരുസ്വാമികൾ തന്നെ പറയുന്നത് പോലെ, അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു, കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രമാകും. അപ്പൊ അവനവന് വേണ്ടി മാത്രം ചെയ്യുന്ന കർമ്മം സ്വാർത്ഥ കർമ്മമാണെന്നും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കർമ്മമാണ് യഥാർത്ഥത്തിൽ വിമോചനാത്മകമായ കർമ്മമെന്നും ഗുരുസ്വാമികൾ ആത്മോപദേശ ശതകത്തിൽ രേഖപ്പെടുത്തി. ഗുരു പറഞ്ഞു, അവൻ ഇവൻ എന്നൊക്കെ അറിയുന്നത് ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം, അവൻ ഇവൻ എന്നൊക്കെ അറിയുന്നത് ഭൂമിയിൽ ആദിമമായ ഒരു ആത്മരൂപമാണ് എന്ന് ഗുരു പറഞ്ഞു. ഗുരു പറഞ്ഞു, അഹം ഇരുളല്ല, ഇരുളാകിൽ അന്ധരായി നാം അഹമഹം എന്നറിയാതിരുന്നിടേണം. നമ്മൾ ആരും ഇരുട്ടല്ല, എല്ലാവരും വെളിച്ചമാണെന്ന് ഗുരു പറഞ്ഞു. അഹം ഇരുളല്ല, ഇരുളാകിൽ അന്ധരായി നാം അഹമഹം എന്നറിയാതിരുന്നിടേണം എന്ന് ഗുരു പറഞ്ഞു. നമ്മളെല്ലാവരും വെളിച്ചമാണെന്ന് പറഞ്ഞു. ജാതി വ്യവസ്ഥ മനുഷ്യരെ ശ്രേണീകൃതമായി സ്ഥാനപ്പെടുത്തുകയും
മുകളിലേക്ക് പോകുന്തോറും ആഢ്യത്വവും താഴേക്ക് പോകുന്തോറും ആളുകളെ പുച്ഛത്തോടും വെറുപ്പോടും കൂടി കാണുന്ന വ്യവസ്ഥാക്രമം നിലനിൽക്കുമ്പോൾ ഗുരു പറയുന്നു, അഹം ഇരുളല്ല, ഇരുളാകിലന്തരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം. എല്ലാവരും വെളിച്ചമാണെന്ന് ഗുരു പറഞ്ഞു. ഗുരു എഴുതി, നാം ശരീരമല്ല, അറിവാകുന്നു. ഈ ശരീരമില്ലാതെ പോയാലും അറിവായ നാം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നാം ശരീരമല്ല, അറിവാകുന്നു. ഈ ശരീരമില്ലാതെ പോയാലും അറിവായ നാം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. മനുഷ്യരെ എല്ലാം ഗുരു അറിവാണെന്ന് സ്ഥാനപ്പെടുത്തി. എന്തായിരുന്നു മതത്തെ സംബന്ധിച്ച ഗുരുവിന്റെ സങ്കല്പം? മതം എന്നാൽ അഭിപ്രായമാണെന്ന് ഗുരു രേഖപ്പെടുത്തി. മതം എന്താണ്? അഭിപ്രായമാണ്. മതം എങ്ങനെ ഇരുന്നാലും ഒരുമിച്ച് കൂടുന്നതിന്, ഒരുമിച്ച് കഴിയുന്നതിന് യാതൊരു പ്രയാസവുമില്ല എന്ന് ഗുരു പറഞ്ഞു. ഒരുമിച്ച് കഴിയുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല. അതാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ഗുരു എഴുതിയത്. എന്തുകൊണ്ടാണ് അരുവിപ്പുറത്ത് തന്നെ ഗുരു അത് എഴുതിയത്? ചിലർ ചോദിക്കാറുണ്ട്, അത് ക്ഷേത്രത്തിൽ എഴുതിയത് ഒരു കുറഞ്ഞ പ്രവൃത്തിയായി പോയില്ലേ എന്ന്. ക്ഷേത്രത്തിൽ അത് രേഖപ്പെടുത്തുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. കാരണം കേരളത്തിലെ ക്ഷേത്രങ്ങളൊന്നും തന്നെ സാഹോദര്യ സഹഭാവം ഉണ്ടായിരുന്നതല്ല, ഒന്നും, ഒരു ക്ഷേത്രവും. കാരണം തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഹീനമായി നിലനിന്നിരുന്ന സ്ഥലങ്ങളായിരുന്നു ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങളുടെ നാലുകെട്ട്, ക്ഷേത്രങ്ങളുടെ പഞ്ചപ്രാകാര വ്യവസ്ഥ തന്നെ അടിസ്ഥാനപരമായി ജാതി വ്യവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വാസ്തുവിദ്യയാണ്. നമ്മൾ വാസ്തുവിദ്യയുടെ മഹനീയതയെ പറ്റി പൊതുവെ പറയാറുണ്ട്. പക്ഷേ ഈ നാലുകെട്ടും ക്ഷേത്രത്തിന്റെ പഞ്ചപ്രാകാര വ്യവസ്ഥയെ അടിസ്ഥാനപരമായി തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിർത്തുന്നതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വാസ്തുവിദ്യാക്രമമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ശ്രീകോവിലിനുള്ളിൽ ആര് കയറണം, നാലമ്പലത്തിന് പുറത്താര് നിൽക്കണം, ആര് കൊടിമരം ദൂരെ നിന്ന് തൊഴണം എന്നൊക്കെ നിയമങ്ങളുണ്ട്. അതനുസരിച്ചാണ് ക്ഷേത്രക്രമം നിലനിന്നിരുന്നത്. ഇങ്ങനെ ക്ഷേത്രങ്ങൾ അടിസ്ഥാനപരമായി സാഹോദര്യത്തെ തകർത്തെറിയുന്ന, സാഹോദര്യത്തെ അംഗീകരിക്കാത്ത ഒന്നാണ്, ഒരിടമാണ് എന്ന് ഗുരു തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഗുരു അരുവിപ്പുറത്തെ സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാക്കി പരിവർത്തനപ്പെടുത്തിയത്. അതുവഴി കേരളത്തെ, ഇന്ത്യയെ ഒരു സാഹോദര്യയിടമായി പരിവർത്തിപ്പിക്കുക എന്നാണ് ഗുരു ലക്ഷ്യമാക്കിയത്. കാരണം സാഹോദര്യം എന്നുള്ളത് ഒരു സഹഭാവ വ്യവസ്ഥയായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടേ ഇല്ല. 1930-കളിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെ ഈ കാര്യം വ്യക്തമാക്കുന്നു. 36-ൽ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് പുറത്തു വരുമ്പോൾ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതുന്നുണ്ട്, സാഹോദര്യത്തിന്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം. സാഹോദര്യത്തിന്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം. അപ്പൊ സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? സമഭാവം വേണം, സമത്വം വേണം. സമത്വം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നിലവിൽ വരുത്തുള്ളൂ? സാഹോദര്യം നിലവിൽ വരുത്തുള്ളൂ. സമത്വം ഉള്ളിടത്ത് മാത്രമേ എന്തുണ്ടാവൂ? സാഹോദര്യം ഉണ്ടാവൂ. സമത്വമില്ലാത്ത സമൂഹത്തിൽ സാഹോദര്യം സൃഷ്ടിക്കപ്പെടുകയില്ല. സാഹോദര്യം മാത്രമായിട്ട് നിലവിൽ വരില്ല. എന്തുകൊണ്ടാണ് സാഹോദര്യം മാത്രമായി നിലവിൽ വരില്ല എന്ന് പറയുന്നതിന് കാരണം? സാഹോദര്യം നിലനിൽക്കണമെങ്കിൽ മനുഷ്യർ തമ്മിൽ തുല്യത വേണം. ഇല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ സഹായിക്കുന്നത്, നിസ്സഹായമായ ഒരവസ്ഥയെ സഹായിക്കുന്നു എന്നുള്ളത് ഒരു ഔദാര്യ വ്യവസ്ഥയായിട്ട് മാറും. സാഹോദര്യം തുല്യ മനുഷ്യർക്കിടയിലെ ഒരു വിതരണമാണ്. തുല്യ മനുഷ്യർക്കിടയിലാണ് അത് നിലനിൽക്കുന്നത്. മുകളിൽ നിന്ന് താഴോട്ടൊഴുകുന്നതല്ല സാഹോദര്യം, സമഭാവനയുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതാണ് സാഹോദര്യം. അതുകൊണ്ട് സഹോദരനയ്യപ്പൻ എഴുതി സമഭാവന ശരണം. അദ്ദേഹത്തിനൊരു കവിത തന്നെയുണ്ട്, സമഭാവന ശരണം. മനുജന്യഹ സർവത്തെയും ഒരുമാതിരി കാൺമാൻ എന്ന് തുടങ്ങുന്ന കവിതയിൽ അയ്യപ്പൻ എഴുതും സമഭാവന ശരണം. ആ സമഭാവന ആർജിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ സമഭാവനയുടെ അടിസ്ഥാനത്തിലാണ് ഗുരു പറഞ്ഞത് അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ എന്ന് ഗുരു പറഞ്ഞു വെക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ കുറച്ചും കൂടെ ആഴത്തിലുള്ള പരിശോധന നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അനുകമ്പാ ദശകത്തിൽ ഗുരു എഴുതുന്നുണ്ട്, കരുണാവാൻ നബി മുത്തുരത്നം, കരുണാവാൻ നബി മുത്തുരത്നം. രസകരമായൊരു സംഭവം സൂചിപ്പിക്കട്ടെ. മുമ്പ് കഴിഞ്ഞ വർഷം ഈ കർക്കിടക മാസത്തിൽ രാമായണത്തെ വിമർശിച്ചുകൊണ്ട് ഒരു സുദീർഘമായ പരമ്പര ഞാൻ എഴുതുകയുണ്ടായി.
അന്ന് എന്നെ പ്രധാനമായിട്ട് എതിർത്തത് നാരായണ ഗുരുസ്വാമികളെ മുൻനിർത്തി ഒരു ലേഖനം ഞാൻ എഴുതിയിരുന്നു. ആ ലേഖനത്തിന്റെ ടൈറ്റില് കരുണാവാൻ നബി മുത്തുരത്നം എന്നാണ്. ആ ലേഖനത്തിന്റെ ടൈറ്റില് നബിയെ കരുണാവാനാക്കുന്ന ഡോക്ടർ ശ്യാംകുമാറിന് രാമായണത്തോട് പുച്ഛമാണ് എന്നാണ് സംഘികൾ പ്രചരിപ്പിച്ചത്. എന്താണ് കോണ്ടസ്റ്റ് എന്ന പോൾക്ക് സംഘികൾക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്താണ് ഗുരു പറയുന്നത്? ഗുരു കരുണാവാൻ നബി മുത്തുരത്നം എന്ന് എഴുതുന്നതിന്റെ സാഹചര്യം അപരനിലേക്ക് തുറക്കുന്ന ആത്മസാഹോദര്യം കൊണ്ടാണ് ഗുരു എഴുതുന്നത് കരുണാവാൻ നബി മുത്തുരത്നം എന്ന്. അല്ലാതെ ഖുറാനും ഹദീസും മുഴുവൻ വായിച്ചു നോക്കി വിമർശനാത്മകമായ പഠനം തയ്യാറാക്കിയതിന്റെ അടിസ്ഥാനത്തിലല്ല ഗുരു പറഞ്ഞത് കരുണാവാൻ നബി മുത്തുരത്നം എന്ന് പറഞ്ഞത്. അതിന്റെ സാഹചര്യം വേറെ. അതുപോലും കേരളത്തിലെ ചില ആൾക്ക് മനസ്സിലാക്കത്തില്ല. ഇന്നത്തെ നിലയ്ക്കായിരുന്നുവെങ്കിൽ ഗുരുവിനെ ഒരു ഇസ്ലാമിസ്റ്റ് ആക്കിയ ആളുകൾ. ഇത് നമ്മൾ പറഞ്ഞ നമ്മൾ സുഡാപ്പിയായി. ഗുരുവിനെ എന്ത് പറയും? കരുണാവാൻ നബി മുത്തുരത്നം എന്ന് പറഞ്ഞ ഗുരു ഇന്നാണത് പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. ശിവഗിരിയിൽ ഗുരുവിന് ഇരിക്കാൻ കഴിയുമായിരുന്നില്ല. ശിവഗിരിയിൽ ഗുരുവിന് ഇരിക്കാൻ കഴിയില്ല, അനുവദിക്കില്ല. എപ്പ ചാപ്പടിച്ചെന്ന് ചോദിച്ചാൽ മതി ഗുരുവിനെ. ഈ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്താണ് പറയുന്നതിന്റെ കോണ്ടസ്റ്റ് എന്ന് പോലും തിരിച്ചറിയാതെ ആക്രമണമാണ്. കരുണാവാൻ നബി മുത്തുരത്നം എന്നുള്ളത് എന്റെ വാചകം പോലെ കണ്ടിട്ടാണ് എന്നെ കടന്നാക്രമിച്ചത്. ആ സമയത്ത് വാചകം എന്റെ അല്ല, നാരായണ ഗുരുസ്വാമികളുടെ ആണെന്ന് പറഞ്ഞിട്ട് പോലും അംഗീകരിക്കുന്നില്ല. ആ സമയത്ത് ഈ കേരളത്തിലെ ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡന്റ്, എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല അദ്ദേഹത്തിന്റെ പേര്, നിങ്ങൾക്ക് ആർക്കൊരു ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശശികലയല്ല, കുമ്മനമല്ല, ഹിന്ദു ഐക്യവേദി ആരാണ്? അല്ല, കുമ്മന ശാശനല്ല, വേറൊരാ പേര് ഞാൻ എന്തായാലും ഓർക്കുന്നില്ല. എന്തായാലും അദ്ദേഹം എഴുതിയത് അത് തന്നെ. അപ്പൊ അദ്ദേഹം എഴുതിയത് കാര്യം, ഞാൻ എഴുതിയ ലേഖനത്തിന്റെ പോസ്റ്റർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹം രേഖപ്പെടുത്തിയത്, ഇദ്ദേഹത്തിന് രാമായണത്തെ വിമർശിക്കാൻ എന്താണ് അധികാരം? നബിയെ വാഴ്ത്തിയിരിക്കുന്നു, രാമായണത്തെ പുച്ഛിക്കുന്നു. ആരാണ് ഈ വാചകം പറഞ്ഞത്? ഗുരുസ്വാമികളുടെ വാചകമാണ്. ഈ രീതിയിൽ ചർച്ചകളെ വഴിതെറ്റിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ സഹോദരൻ അയ്യപ്പനെ ആളുകൾ കടന്നാക്രമിച്ചപ്പോൾ, പുളിയുറുമ്പുകൾ എറിഞ്ഞപ്പോൾ, കശുവണ്ടിക്കറ കൊണ്ട് സഹോദരൻ അയ്യപ്പനെ അഭിഷേകം ചെയ്തപ്പോൾ ഗുരു പറഞ്ഞത് ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണമെന്നാണ്. ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണം. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് നമ്മുടെ കോട്ടാൻകോട്ട് ദൈവങ്ങളെല്ലാം, ബ്രാഹ്മണ ദൈവങ്ങളെല്ലാം കരുണാവാന്മാരും ദയാലുക്കളുമാണെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് എക്സിന്റെ പേരിൽ നീ ക്ഷമിക്കണമെന്ന് ഗുരു പറഞ്ഞില്ലല്ലോ? ഈ ബ്രാഹ്മണ മതത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ട്, അവരെ പോലെ ക്ഷമിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. സരസ്വതിയെ പോലെ ക്ഷമിക്കണം, രാമനെ പോലെ ക്ഷമിക്കണം, കൃഷ്ണനെ പോലെ ക്ഷമിക്കണം എന്നൊന്നും ഗുരു പറഞ്ഞില്ല. ഗുരു പറഞ്ഞ എന്താണ്? ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണം. ഈ സാഹചര്യം നമ്മൾ മനസ്സിലാക്കാം. മറ്റവരുടെ പേര് ക്ഷമിക്കാൻ പറയാൻ പറ്റത്തില്ല. കാരണം ചെല്ലുക, വാളെടുത്ത് വെട്ടുക പരിപാടി. പിന്നെ ക്ഷമിക്കണമെന്ന് പറയാൻ പറ്റുമോ? ക്ഷമിക്കണമെന്ന് പറയാൻ കഴിയില്ല. സഹോദരൻ അയ്യപ്പൻ ഗാന്ധിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു. ആ ചോദ്യം സഹോദരനെ ഉദ്ധരിച്ചുകൊണ്ട് മാത്രമേ ചോദിക്കാൻ കഴിയൂ. നമ്മൾ നേരിട്ട് അങ്ങനെ ചോദ്യം ചോദിച്ചാൽ എപ്പോൾ പ്രശ്നമായെന്ന് ചോദിച്ചാൽ മതി. സഹോദരൻ ഇപ്പം ഗാന്ധിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, യുവർ ശ്രീകൃഷ്ണ വാസ് എ റെഗുലർ മർഡറർ. നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നു എന്നാണ് സഹോദരൻ ഇപ്പം ഗാന്ധിയുടെ മുഖത്ത് നോക്കി ചോദിച്ചത്. ഇന്ന് ആ ചോദ്യം ചോദിക്കാൻ കഴിയില്ല. ഗാന്ധാരിയാണ് ആ ചോദ്യമെങ്കിലും പിന്നെ കുറച്ച് മുമ്പ് ചോദിച്ചത്. നീ മുഴുവൻ ആളുകളെയും കൊല്ലിച്ചില്ലേ എന്ന ഗാന്ധാരി വിലാപം എഴുത്തച്ഛൻ. കൊല്ലിക്കയല്ലേ നിനക്ക് രസമടോ എന്ന് മഹാഭാരതം കിളിപ്പാട്ട്. നീ വേണമെന്ന് വിചാരിച്ചാൽ ഈ കൊല്ലലൊക്കെ ഒഴിവാക്കാമായിരുന്നു, പക്ഷെ നീ അത് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. 1925 RSS രൂപീകരിച്ചതിന്റെ 12ാമത്തെ ദിവസം സാക്ഷാൽ നാരായണ ഗുരുസ്വാമികൾ കേരള കൗമുദിയുടെ മഹാനായ പത്രാധിപർ CV കുഞ്ഞിരാമനോട് പറഞ്ഞു, ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ.
എന്തുകൊണ്ടാണ് ഗുരുസ്വാമികൾ ഹിന്ദു മതത്തെ ഒരു മതമായി അംഗീകരിക്കാതിരുന്നത്? ഹിന്ദു മതത്തെ ഒരു മതമായി അംഗീകരിച്ചാൽ അതിനകത്തെ ജാതിമതത്തെ കൂടി സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടി വരും എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അതിനെ ഒരു മതരൂപമായി ഗുരു അംഗീകരിക്കാതിരുന്നത്. അതുകൊണ്ട് 2025 എന്ന് പറയുന്നത് ഗാന്ധി ഗുരു സംവാദത്തിന്റെ ശതാബ്ദി മാത്രമല്ല, RSS രൂപീകരിച്ചതിന്റെ ശതാബ്ദി വർഷം കൂടിയാണ്. നമുക്ക് മറക്കാതിരിക്കാം. അതിന്റെ പേരിലുള്ള കോലാഹലങ്ങളാണ് ഇന്ത്യയിലും കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശതാബ്ദി, പ്രത്യേകിച്ച് അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ എന്ന ഗുരുസ്വാമികളുടെ വാക്യം അത്രമേൽ ചില്ലിട്ട് സ്വർണലിഖിതങ്ങളിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. കാരണം വിശ്വാസത്തിന്റെ പേരിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികൾക്ക് എതിരായിട്ട് ഭീകരമായ ആക്രമണങ്ങളാണ് ഇന്ത്യയിൽ ഹിന്ദുത്വവാദികൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. മറ്റൊരു മതത്തിലും വിശ്വസിക്കാൻ അനുവദിക്കില്ല എന്ന രീതിയിലുള്ള, ഛത്തീസ്ഗഡിൽ അടുത്തുള്ള നടന്നൊരു സംഭവം, ഛത്തീസ്ഗഡില് ക്രിസ്തു മതത്തിൽ വിശ്വസിച്ചിരുന്ന ആദിവാസികൾ ഹിന്ദു മതത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ അവരെ താമസിക്കാൻ അനുവദിക്കൂ, അല്ലെങ്കിൽ ഇറക്കി വിടുവെന്ന് ഭീഷണിപ്പെടുത്തുകയും ക്രിസ്തു മതത്തിൽ തന്നെ ഉറച്ചിരുന്ന ഛത്തീസ്ഗഡിലെ ആദിവാസികളെ ആ പ്രദേശത്ത് നിന്ന് ഹിന്ദുത്വവാദികൾ തല്ലി ഓടിക്കുകയും ചെയ്തു. പൂനെയിൽ കഴിഞ്ഞ ആഴ്ച നൂറുകണക്കിന് മുസ്ലിങ്ങൾക്കാണ് അവരുടെ പ്രദേശം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നത്. രാജ്യത്ത് ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കും മുസ്ലിം ദേവാലയങ്ങൾക്കും എതിരായിട്ട് ഭീകരമായ ആക്രമണങ്ങളാണ് ഹിന്ദുത്വം അഴിച്ചുവിട്ടിട്ടുള്ളത്. പിന്നെ എന്ത് സഹിഷ്ണുതയെ പറ്റിയാണ് ഈ പറയുന്നത്? എന്ത് സഹിഷ്ണുതയെ പറ്റിയാണ് ഈ പറയുന്നത്? ഒരു സഹിഷ്ണുതയില്ല. ആർഷഭാരതം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹിംസ എന്ന് മാത്രമാണ്. ഹിംസ എന്ന് മാത്രമാണ്, വേറൊന്നുമല്ല അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഗുരുസ്വാമികൾ ഇതിനെ എങ്ങനെ പ്രതിരോധിച്ചത്? മതം ഏതായാലും മനുഷ്യർ നന്നായാൽ മതിയെന്നും 25 സംഭാഷണത്തിൽ ഗുരു ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചു: 20 കോടി ഹിന്ദുക്കൾക്ക് 20 കോടി മതം. 20 കോടി ഹിന്ദുക്കൾക്ക് 20 കോടി മതം. ഓരോ മനുഷ്യർക്കും ഏതു തരത്തിലുള്ള വിശ്വാസം കൊണ്ട് നടക്കാൻ അധികാരമുണ്ട് എന്ന് ഗുരു CV കുഞ്ഞിരാമനോട് പറഞ്ഞു. ഗുരുവിന്റെ ആദർശം ഉൾക്കൊണ്ട് സത്യവ്രത സ്വാമികൾ ആലുവ സർവമത സമ്മേളനത്തിന്റെ ആമുഖ പ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞു: രാമനൊരു മതം, കൃഷ്ണന് മറ്റൊരു മതം. രാമന്റെ മതത്തിൽ കൃഷ്ണൻ ഇടപെടാൻ പാടില്ല. കൃഷ്ണൻ ഏത് മതത്തിൽ വിശ്വസിക്കണമെന്ന് രാമനും ഇടപെടാൻ പാടില്ല. രാമകൃഷ്ണന്മാർ ഏതേത് മതത്തിൽ വിശ്വസിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനുള്ള പശ്ചാത്തലം ഒരുക്കുക മാത്രമാണ് വേണ്ടത് എന്ന് സത്യവ്രത സ്വാമികൾ പറഞ്ഞു. ഇതാണ് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് ഗുരുസ്വാമികളുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ സഹോദരൻ അയ്യപ്പനെ പോലൊരു യുക്തിവാദി ഉണ്ടായി വന്നത്. മിതവാദിയെ പോലെയുള്ള ഒരു ബുദ്ധിസ്റ്റ് ഉണ്ടായി വന്നത്. ഈ വിശ്വാസങ്ങൾക്കെല്ലാം സമന്വയിക്കപ്പെടാനുള്ള ഇടമായി ഗുരുസ്വാമികൾ മാറിത്തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വിദ്വേഷത്തിന്റെ മണികൾ മതത്തിന്റെ പേരിൽ മുഴങ്ങുന്ന കാലഘട്ടത്തിൽ സ്നേഹത്തിന്റെ, അനുകമ്പയുടെ, സാഹോദര്യത്തിന്റെ ഉന്നതമായ നീതിവാക്യമായി നാരായണ ഗുരുസ്വാമികൾ കേരളത്തിൽ മാറിത്തീർന്നിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഉയർത്തിപ്പിടിക്കേണ്ട ബാധ്യത കേരള സമൂഹത്തിനുണ്ട് എന്നുള്ളതാണ്. അതാണ് അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ എന്ന് ഗുരു പറയുന്നത്. അപരപ്രിയമാണ് അങ്ങനെ ഗുരുവിനെ കൊണ്ട് പറയാൻ പ്രേരിപ്പിക്കുന്നത്. അപരപ്രിയത്തിലാണ് സാഹോദര്യം നിലീനമായിരിക്കുന്നത്. അപരപ്രിയത്തിലാണ് ജനാധിപത്യം നിലീനമായിരിക്കുന്നത്. അപരപ്രിയമാണ് ജനാധിപത്യം. ആത്മോപദേശ ശതകത്തിന്റെ കാതൽ അപരപ്രിയമാണ്. ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം എന്ന് ഗുരുസ്വാമികൾ പറഞ്ഞു. ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം. നമ്മുടെ ജനാധിപത്യത്തിൽ ഈ അപരപ്രിയമില്ലാത്തത് കൊണ്ടാണ് ദളിതയായ ഒരു ബിന്ദുവിന് പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഏമാന്മാർ നിങ്ങൾ കക്കൂസിലെ വെള്ളം കുടിക്കുമെന്ന് ആജ്ഞാപിക്കുന്നതിന് കാരണം എന്താണ്? അപരപ്രിയമില്ല. എന്തുകൊണ്ടാണ് ഒരു ദളിതൻ വൈസ് ചാൻസലറായി വരാത്തത്? ദളിതരോട് പ്രിയമില്ല. അപരപ്രിയമാണ് ജനാധിപത്യം. അതുകൊണ്ടാണ് ഗുരു ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞത്: പ്രിയം ഒരു ജാതീതൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം. പ്രിയവിഷയം പ്രതി എന്ന് ഗുരു പറയുന്നുണ്ട്. ഈ അപരപ്രിയമാണ് ഗുരുദർശനത്തിന്റെ കാതൽ.
അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ എന്ന് ഗുരു പറയുന്നതിന് കാരണം അപരപ്രിയമാണ്, അല്ലാതെ ഖുർആന്റെ വിമർശനാത്മക പഠനം നടത്തിയതിനു ശേഷം എത്തിച്ചേരുന്ന നിഗമനമല്ല. 25 സംഭാഷണത്തിൽ ഗുരുസ്വാമികൾ പറയുന്നു, ക്രിസ്തുമതത്തിന്റെ സാരം സ്നേഹമാകുന്നു, ഇസ്ലാം മതത്തിന്റെ സാരം സാഹോദര്യമാകുന്നു. സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ നിലനിൽക്കുന്നില്ല. അപ്പൊ ക്രിസ്തുമതത്തിന്റെ സാരമായി സ്നേഹത്തെ ഉയർന്ന മാനവിക മൂല്യമായി ഗുരു ഉയർത്തിക്കാട്ടുകയും ഇസ്ലാം മതത്തിന്റെ സാരമായി സാഹോദര്യത്തെ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നതിലൂടെ ഈ സാഹോദര്യത്തിലേക്കും സ്നേഹത്തിലേക്കും ഉയരാൻ മാനവ സമൂഹത്തെ ഗുരു പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. പള്ളാത്തുരുത്തിയില് ടി.കെ. മാധവന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിശേഷാൽ SNDP യോഗത്തിന് അയച്ച ആശംസാ പത്രത്തിൽ ഗുരു എഴുതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന സനാതന ധർമ്മം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന സനാതന ധർമ്മം. ബ്രാഹ്മണ മതത്തിന്റെ സനാതന ധർമ്മം ജാതി ധർമ്മമാണെങ്കിൽ ഗുരു കണ്ട സനാതന ധർമ്മം എന്താണ്? സ്നേഹവും സാഹോദര്യവുമാണ് സനാതനമായി നിലനിൽക്കേണ്ട തത്വങ്ങൾ, ദർശനങ്ങൾ എന്ന് ഗുരു പറഞ്ഞു. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന സനാതന ധർമ്മം. എന്താണ് ഒരു ജാതി? മനുഷ്യൻ എന്ന് പറയുന്ന ജാതി, മനുഷ്യത്വം എന്ന് പറയുന്ന ജാതി. എപ്രകാരമാണോ പശുവിന് പശുത്വം, അതുപോലെ പശുവിൻ്റെ ഇടയിൽ ജാതിയുണ്ടോ? ബ്രാഹ്മണ പശു, പുലയ പശു, നായർ പശു ഇല്ല, പശുക്കൾക്കിടയിലില്ല. പക്ഷേ ബ്രാഹ്മണർ എഴുതി കൂട്ടിയ ഗ്രന്ഥങ്ങളിൽ മരത്തിനും ജാതിയുണ്ട്, മൃഗങ്ങൾക്കും ജാതിയുണ്ട്. മനുഷ്യാലയ ചന്ദ്രികയിൽ ചാതുർവർണ്ണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വൃക്ഷങ്ങളെ പോലും തരംതിരിക്കുന്നുണ്ട്. മയമതത്തിലൊക്കെ അത് കാണാം. പാമ്പുകൾക്കിടയിൽ ജാതിയുണ്ട്. നമ്മൾ വിചാരിക്കും പാമ്പിന് ജാതിയില്ലെന്ന്. പാമ്പുകളെ പോലും ജാതി അടിസ്ഥാനത്തിൽ തരംതിരിച്ചവരാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. ഒരു ശ്ലോകമുണ്ട്, ജീവസൻ ബാധകേശോ വേമൃതിരിപകോ യദ്യഹേ കേന്ദ്ര സംസ്ഥ സർപ്പാണാം ഉത്തമാനാം യതിസ സുരഗുരു മാന്തി കേന്ദ്ര ധമനാം എന്ന് തുടങ്ങുന്ന ശ്ലോകം പറയും. എന്താണ് പറയുന്നത്? പ്രശ്നം എടുക്കുമ്പോൾ പ്രശ്നത്തിൽ വ്യാഴം ബാധയായി വന്നാൽ ജീവസൻ ബാധകേശു, ജീവൻ എന്ന് പറഞ്ഞ വ്യാഴം എന്നർത്ഥം, വ്യാഴം ബാധയായി വന്ന ഉത്തമ സർപ്പങ്ങളുടെ കോപം ഉണ്ടെന്ന് പറയണമെന്ന്. ആരാ ഉത്തമ സർപ്പങ്ങൾ? 1650 രചിക്കപ്പെട്ട പ്രശ്നമാർഗത്തിൽ സർപ്പങ്ങളെ ബ്രാഹ്മണ സർപ്പം, ക്ഷത്രിയ സർപ്പം, ശൂദ്ര സർപ്പം എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ബ്രാഹ്മണ സർപ്പം, ക്ഷത്രിയ സർപ്പം, ശൂദ്ര സർപ്പം. ക്ഷത്രിയ സർപ്പമാണ് വീട്ടിൽ കുടിയിരിക്കുന്നതെങ്കിൽ കലഹമുണ്ടാകുമെന്നും ബ്രാഹ്മണ സർപ്പത്തിന്റെ ബാധയാണെങ്കിൽ സന്താനനാശമെന്നും ഫലം. പ്രശ്നമാർഗം നോക്കണേ, പാമ്പുകളെ പോലും വെറുതെ വിട്ടിട്ടില്ല, പാമ്പിനെ പോലും വെറുതെ വിട്ടിട്ടില്ല. ഇതാണ് ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ പ്രത്യേകതയാണിത്. ആർക്കും അതിൽ നിന്ന് രക്ഷയില്ല. വേറൊരു കാര്യം കൂടി ഉണ്ട്. കൊക്കോകന്റെ രതിരഹസ്യം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. സ്ത്രീകളുടെ യോനിയെ പോലും ജാതി അനുസരിച്ച് ബ്രാഹ്മണ യോനി, ക്ഷത്രിയ യോനി, ശൂദ്ര യോനി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് ഞാനിപ്പോ പരസ്യമായിട്ട് പറയുന്നില്ല. ഇത്രമാത്രം കൊടിയ ജാതിഹിംസ നിലനിൽക്കുകയും അതിന് ആധികാരികമായ ഗ്രന്ഥപാഠങ്ങൾ ചമയ്ക്കുകയും ചെയ്ത ഒരു വ്യവസ്ഥ ലോകത്തിൽ ഇതിന് സമാനമായിട്ട് വേറെയില്ല. അത്ര ഹീനമായിട്ടാണ്. പറഞ്ഞു വന്നതിന്റെ സാരം ഇതാണ്, അപരപ്രിയം എന്ന് പറയുന്ന തത്വത്തിലാണ് ജനാധിപത്യത്തിന്റെ കാതൽ കിടക്കുന്നത്. അപരപ്രിയം എന്ന് പറയുന്ന തത്വമാണ് സാഹോദര്യം എന്ന് പറയുന്നത്. 2 കാര്യങ്ങൾ പറഞ്ഞ് എന്റെ സംഭാഷണം അവസാനിപ്പിക്കാം. ഒരിക്കൽ കടക്കാവൂർ എന്ന് പറയുന്ന പ്രദേശത്തുകൂടെ നാരായണ ഗുരുസ്വാമികൾ നടന്നു പോവുകയായിരുന്നു. ഒരു മുസ്ലിം വനിത ഗുരുവിനെ കണ്ടുകൊണ്ട് വീടിന് വെളിയിലേക്ക് ഇറങ്ങി വന്നു. ഗുരുവുമായി കുശലാന്വേഷണങ്ങൾ നടത്തിയ ആ മുസ്ലിം വനിത കുശലാന്വേഷണം കഴിഞ്ഞതിന് ശേഷം പോകും വഴി നാരായണ ഗുരുസ്വാമികൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മുടെ അവധൂത കാലത്ത് നമുക്കേറെ പുട്ടും മീൻകറിയും നൽകിയവരാണവർ, അവർക്ക് വേണ്ടത് ചെയ്യണം. എന്താണ്? നമ്മുടെ അവധൂത കാലത്ത് നമുക്കേറെ പുട്ടും മീൻകറിയും നൽകിയവരാണവർ. ഇതിപ്പോ ഗുരുവിന്റെ ബിംബം ക്ഷേത്രമായി മാറി, അവിടെ വെള്ളച്ചോറും പാൽപ്പായസവും ആയി. പുട്ടും മീൻകറിയും എന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നമായി. പുട്ടും മീൻകറി നിവേദിക്കാൻ പറ്റുമോ? വലിയ പ്രശ്നമാണ്. ഈ രീതിയിലേക്ക് വെജിറ്റേറിയനിസം ബ്രാഹ്മണ്യമായി
ജാതി വ്യവസ്ഥയുടെ മറുവഴി ജാതിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുക. ഗുരു പറഞ്ഞു നമുക്ക് പുട്ടും മീൻകറിയും നൽകിയതാണ്. നല്ല കോമ്പിനേഷനാ അല്ലേ? പുട്ടും മീൻകറിയും നല്ല കോമ്പിനേഷനാ. ഗുരു അത് കഴിച്ചിരുന്നു, രുചികരമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ പറയാൻ കഴിയില്ല. ഇപ്പൊ രാമായണ മാസമാണെന്നാ പറയുന്നത്. കർക്കിടക മാസത്തെ രാമായണ മാസമാക്കി. പക്ഷെ കേരളത്തിലെ ക്ഷേത്ര ഗ്രന്ഥവരികളിൽ എവിടെയും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ രാമായണം വായിച്ചതായിട്ട് ഒരു തെളിവ് പോലും ഇല്ല. പക്ഷെ രാമായണം വായന എങ്ങനെയാ രാമായണം വായിക്കുന്നത്? 31 ദിവസവും താളും തകരയും പറിച്ചുകൊണ്ട് വന്ന് ഈ മീനും ഇറച്ചിയും കഴിച്ചുകൂടാ. കർക്കിടക മാസം ആയാൽ പിന്നെ മീനും ഇറച്ചിയും കഴിച്ചുകൂടാ, വലിയ പ്രശ്നമാണ്. പക്ഷേ രാമനും സീതയൊക്കെ കഴിച്ചിരുന്നോ? രാമനും സീതയൊക്കെ ഇഷ്ടം പോലെ ഇറച്ചി മീനും കഴിച്ചു തന്നെയാണ് വന്നത്. രാമായണത്തിൽ അതിനെ സംബന്ധിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട്. സീത വനവാസത്തിന് പോകുന്ന സന്ദർഭം, സീത വനവാസത്തിന് പോകുമ്പോൾ സീത ഗംഗാദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്, യക്ഷ്യേ ത്വാം പ്രിയതാം ദേവി, അല്ലേ യക്ഷി നീ ഞങ്ങളിൽ പ്രീതിപ്പെടുക, വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ എന്ത് നൽകാം? സുരാകട സഹസ്രേണ മാംസഭൂതൗതനേന ച, 1000 മദ്യകുംഭം നൽകാം, പിന്നോ മാംസോദനം നൽകാം. എന്താണ് മാംസോദനം? ഓദനം എന്ന് പറഞ്ഞാൽ ചോറ്, മാംസോദനം മാംസച്ചോറ്. മാംസോദനം എന്താണ്? പക്ഷെ ലീലാവതി ടീച്ചർ വാൽമീകി രാമായണം തർജ്ജമ ചെയ്യുമ്പോൾ മാംസം എന്ന് പറഞ്ഞാൽ പരിഭാഗമായ പഴമാണ് ടീച്ചർ. കാരണം രാമൻ സീത ബിരിയാണി കൊടുക്കുമെന്ന് ടീച്ചറിന് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ചുട്ടെടുത്ത മീനിനെ സീതയ്ക്ക് കൊടുക്കുന്ന രാമനെ പറ്റി വാൽമീകി രാമായണത്തിൽ കാണാം. ഭരതൻ രാമനെ അന്വേഷിച്ച് ഭരദ്വാജന്റെ ആശ്രമത്തിൽ ചെല്ലുന്നുണ്ട്. എന്താണ് കൊടുത്തത്? നല്ല ഒന്നാന്തരം നെല്ലൂത്തരിച്ചോറും വെണ്ടക്കാട് ഉപ്പേരിയും പുളിശ്ശേരിയും എരിശ്ശേരിയും കൂട്ടാണോ ചോറ് കൊടുത്തത്? ഒന്നുമല്ല. അതിനൊക്കെ വിപുലമായ കൃഷി വേണം, പച്ചക്കറി കൃഷി വേണം. ഭരദ്വാജന് ഇതിനുള്ള സാവകാശവും സമയമൊന്നും ഉണ്ടായിരുന്നില്ല, കൃഷി വികസിച്ചിട്ടില്ല. പിന്നെന്താ ചെയ്യാൻ പറ്റിയത്? വാൽമീകി രാമായണത്തിൽ പറയും, നല്ല പന്നി, നല്ല മാൻ, കോഴി, ഇതൊക്കെ കൊണ്ടുള്ള ഉപദംശങ്ങൾ കൂട്ടിയാണ് ഭരതനെ സൽക്കരിച്ചത് എന്ന്. എന്താണ് പന്നിയെ? നല്ല പന്നി വരട്ടിയതായിരിക്കാം, ചിക്കൻ കറിയാണ്. പിന്നെ ഇങ്ങനെയുള്ള വിഭവ സമൃദ്ധമായ മൃഷ്ടാന്ന നോൺ വെജ് ഭക്ഷണമാണ് ഭരദ്വാജ മഹർഷി ഭരതന് നൽകിയത്. പക്ഷെ നമ്മൾ മഹർഷി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മനസ്സിൽ വെജിറ്റബിൾ സാലഡ് കഴിക്കുന്ന ആളുടെ ഓർമ്മയാണ്, വെള്ളരിക്ക അരിഞ്ഞ് തിന്നുന്ന ആളുടെ ഓർമ്മയാണ് നമ്മുടെ മനസ്സിൽ. അങ്ങനൊന്നുമില്ല. ആപ്പിള് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്, രാമായണ സീരിയലിൽ തട്ടത്തിനകത്ത് ആപ്പിൾ ഓറഞ്ചിരിക്കുന്ന കാണാം. തെറ്റിദ്ധരിക്കരുത്. ആപ്പിൾ കൃഷി ഉണ്ടായിരുന്നില്ല. സീരിയലിൽ അങ്ങനെയൊക്കെ കാണിക്കും. സീരിയലിൽ കൃഷ്ണൻ ചപ്പാത്തി തിന്നുന്ന രംഗം നമ്മൾ ശ്രീകൃഷ്ണ പരമ്പരയെ കണ്ടിട്ടുണ്ട്. അതേന്ന് തമാശയല്ല, ശ്രീകൃഷ്ണ പരമ്പരയെ ഒന്ന് നോക്കിയാൽ മതി, ചപ്പാത്തി തിന്നുന്ന കൃഷ്ണനെ കാണാം. എപ്പോഴാണ് ചപ്പാത്തി ഉണ്ടായത്? ചപ്പാത്തി ഉണ്ടായതിന്റെ സാംസ്കാരിക ചരിത്രം ഒന്ന് പരിശോധിക്കണ്ടേ? ചപ്പാത്തി പോയിട്ട് നവരേരി ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. കാട്ടിലുള്ള പഴങ്ങൾക്കകത്ത് കല്ലുണ്ടായിരുന്നു. ആ കല്ല് മാറി ഇന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അത് പഴമായി പരിണമിച്ചെത്തിയത് എപ്പോഴാണ്? കൃഷി വികസിച്ചു വരുന്നൊരു ഘട്ടത്തിലാണ്. എന്നിട്ടാണ് നമ്മൾ രാമായണ സീരിയൽ എന്ത് കാണുന്നത്? തട്ടത്തിൽ ആപ്പിളും ഓറഞ്ച് മുന്തിരിയൊക്കെ ഇരിക്കുക. ഒരിക്കലും ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു വെജിറ്റേറിയൻ ആയ ഒരു സാംസ്കാരിക സാഹചര്യം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. സഹോദരൻ അയ്യപ്പൻ ശിവഗിരിയിൽ വരുമ്പോൾ നാരായണ ഗുരുസ്വാമികൾ വളരെ നേരത്തെ വരെ ശിവഗിരി കുന്നിന് താഴെയുള്ള ഹോട്ടലിൽ പൈസ ഏൽപ്പിക്കും. എന്തിനാണ്? സഹോദരൻ അയ്യപ്പൻ മീനും കൂട്ടി മാത്രമേ ചോറ് കഴിക്കും. സഹോദരൻ അയ്യപ്പൻ മീൻകറി വേണം ചോറുണ്ണാൻ. അതറിയാമായിരുന്ന ഗുരുസ്വാമികൾ എന്ത് ചെയ്യുമായിരുന്നു? മുൻകൂട്ടി തന്നെ ഹോട്ടലിൽ കൊണ്ടുവന്ന് പൈസ കൊടുക്കുമായിരുന്നു. ഇത്തരം ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഒരിക്കൽ ഗുരുസ്വാമികൾ തൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ളൊരു മുസ്ലിയാർ അദ്ദേഹത്തോട് പറഞ്ഞത്, ശിവഗിരിയിലൊരു മുസ്ലിം പള്ളി അദ്ദേഹത്തിന് നിർമ്മിക്കാനും തനിക്ക് മടിയില്ല, ഒരു മോസ്ക് പണിയുന്നതിന് മടിയില്ല എന്നാണ് ഗുരുസ്വാമികൾ പ്രഖ്യാപിച്ചത്. ഇങ്ങനെ ഒരു ഗുരു നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. ഹിംസാത്മകമായിട്ട് മതത്തിന്റെ പേരിൽ ആളുകളെ വേർതിരിക്കുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. SNDPയുടെ ഇപ്പോഴത്തെ നേതാവ് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പറഞ്ഞത്,
മലപ്പുറം ഒരു ഭീകര ദേശമാണെന്ന്, മലപ്പുറം ഒരു ഭീകര പ്രദേശമാണ്, മുസ്ലിങ്ങളെല്ലാം അപഹരിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് മുഴുവൻ പ്രസ്താവനകളും അത് പരിശോധിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു 100 പേജിന്റെ പുസ്തകം എഴുതേണ്ടി വരും. എങ്ങനെയാണ് മലപ്പുറം ഭീകര പ്രദേശമാകുന്നത്? എങ്ങനെയാണ് മുസ്ലിങ്ങളെല്ലാം അപഹരിച്ചുകൊണ്ട് പോകുന്നത്? വസ്തുതാ വിവരങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് പറയുന്നു. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ആ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് എന്താണ്? മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യത്തിന്റെ കുറവാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കേരള പഠനം 2.0 മുന്നിൽ വന്നിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗത്തിൽ മുസ്ലിങ്ങളുടെ ഭീകരമായ പ്രാതിനിധ്യ അഭാവമാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പഠനം സൂചിപ്പിക്കുന്നത്. സർക്കാർ ഉദ്യോഗ രംഗത്ത് മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യ കുറവുണ്ട് എന്ന് പഠനം സൂചിപ്പിക്കുന്നു. മുസ്ലിങ്ങൾ സ്വത്ത് വാരിക്കൂട്ടാണ്, ലാൻഡ് ജിഹാദ് എന്നാ പറയുന്നത്. മുസ്ലിങ്ങൾ പൈസ തരാതെ ആര്യാധിനിവേശം പോലെ ഭൂമി അപഹരിച്ചുകൊണ്ട് പോവുകയാണോ ചെയ്തത്? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പൈസ തന്നിട്ടല്ലേ വാങ്ങിച്ചത്? ഫ്രീ ആയിട്ട് മുസ്ലിങ്ങൾക്ക് ആർക്കെങ്കിലും ഭൂമി കൊടുത്തോ? അതോ ഉത്തരേന്ത്യ നടക്കുന്ന ബുൾഡോസർ രാജ് കൊണ്ടുവന്ന് എല്ലാം കൂടെ നിരത്തിയിട്ട് കേരളത്തിൽ ആരുടെയെങ്കിലും ഭൂമി മുസ്ലിങ്ങൾ അപഹരിച്ചോ? ഒന്നുമില്ല. ഇസ്ലാമോഫോബിക്കലായിട്ടുള്ള ഒരു സാമൂഹ്യ സാഹചര്യം കേരളത്തിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉൽപ്പത്തി കേന്ദ്രം എവിടാണ്? അതിന്റെ ഉൽപ്പത്തി കേന്ദ്രവും ബ്രാഹ്മണ്യം തന്നെയാണ്. കാരണം മധ്യകാലഘട്ടത്തിൽ ഉണ്ടായ ജയാനകന്റെ പൃഥ്വിരാജ വിജയത്തിൽ പറയുന്നത്, പൃഥ്വിരാജൻ എന്ന് പറയുന്ന രാജാവ് അവതരിക്കുന്നത് മുസ്ലിങ്ങളെ കൊല്ലാനാണെന്ന്. ഗംഗാദേവിയുടെ മധുരാ വിജയത്തിൽ കമ്പൻ എന്ന് പറയുന്ന രാജ വിഷ്ണുവിന്റെ അവതാരമാണെന്നും അദ്ദേഹം അവതരിക്കുന്നത് സുൽത്താൻമാരെ ഇല്ലാതാക്കാനും മുസ്ലിങ്ങളെ ഇല്ലാതാക്കാനും എന്നാണ് ഗംഗാദേവിയുടെ മധുരാ വിജയത്തിൽ സൂചിപ്പിക്കുന്നത്. AR രാജരാജവർമ്മയുടെ ആംഗല സാമ്രാജ്യം എന്ന് പറയുന്ന പുസ്തകം, ബ്രിട്ടീഷ് ഇന്ത്യ ചരിത്രം സംസ്കൃതത്തിൽ തന്നെ സംസ്കൃത വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി കേരളവർമ്മ വലിയ കോയിൽ തമ്പുരാന്റെ നിർദ്ദേശാനുസരണം എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ആംഗല സാമ്രാജ്യം. ആംഗല സാമ്രാജ്യത്തിൽ പറയുന്നത് മുസ്ലിങ്ങൾ കാലുകുത്തിയപ്പോൾ കേരളം അശുദ്ധമായി എന്നാണ്. കേരളം അശുദ്ധമായി. അതിന്റെ തുടർച്ചയിലാണ് നമ്മുടെ ചില മഹാരഥന്മാർ മുസ്ലിങ്ങൾ എല്ലാം അപഹരിച്ചുകൊണ്ട് പോവാണ് എന്നുള്ള ഹിംസാത്മകമായ ആക്രമണം മുസ്ലിങ്ങൾക്ക് നേരെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മതവൈര്യം സൃഷ്ടിക്കുകയാണ്, മനുഷ്യർക്കിടയിൽ വൈരം സൃഷ്ടിക്കുകയാണ് അപഹരണത്തിന്റെ പേരിൽ. പക്ഷേ യാഥാർത്ഥ്യവും വസ്തുതകളും എന്താ? നേരെ തിരിച്ച. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുള്ള കീഴിലുള്ള അധ്യാപക വസ്തുക്കൾ അപഹരിച്ചത് മുസ്ലിങ്ങളാണോ? ആണോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകളിലെയും സ്കൂളുകളിലെയും എത്ര ഈഴവരുണ്ട്? ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ അതൊന്ന് പരിശോധിക്കണ്ടേ? കേരളത്തിലെ സർവകലാശാലകളിൽ എത്ര ദളിതരും പിന്നോക്കരും ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ പരിശോധിക്കണ്ടേ? അപ്പോൾ അറിയാം അത് മുസ്ലിങ്ങളാണോ അപഹരിച്ചത്, മറ്റാരെങ്കിലും ആണോ അപഹരിച്ചതെന്ന്. അപ്പൊ യാഥാർത്ഥ്യം വ്യക്തമാകും. ഞാൻ പറഞ്ഞു വരുന്നത്, യഥാർത്ഥത്തിൽ എന്താണോ പ്രശ്നം, ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന്, ആ പ്രശ്നത്തിലേക്ക് ചൂണ്ടുവിരൽ ഉയർത്തുന്നതിന് പകരം ഗോൾ പോസ്റ്റ് മാറ്റിയിട്ട് വേറൊരിടത്തേക്ക് ചൂണ്ടുക. യാഥാർത്ഥ്യം എന്താ? ഭീകരമായ വരേണ്യാധികാര കുത്തക സംസ്ഥാനത്ത് നിലനിൽക്കുക എല്ലാ രംഗങ്ങളിലും. അപ്പൊ അത് പ്രശ്നവൽക്കരിക്കുന്നതിന് പകരം മറ്റു ചില ആളുകളെ പൈശാചികവൽക്കരിക്കുന്ന പ്രതിഭാസം നിലനിൽക്കുന്നു. അത് നാരായണ ഗുരു സ്ഥാപിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ അമനക്കാരന് ചേർന്ന പ്രവൃത്തി അല്ല എന്നുള്ളതാണ്. അത് യഥാർത്ഥ ശ്രീനാരായണന്റെ ലക്ഷണമല്ല. നാരായണ ഗുരുസ്വാമികൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട ഒരാളല്ല. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതാകുന്നു. നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതാകുന്നു എന്നാ പറഞ്ഞത്. ഇന്നിപ്പോ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കാം. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് SNDPയുടെ കീഴിലുള്ള ബാലയോഗം എന്ന് പറയുന്ന യോഗമുണ്ട്. ആ ബാലയോഗത്തിന് കാർത്തികപ്പള്ളി താലൂക്കിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് എന്റെ ചെറുപ്പകാലത്ത് പ്രവർത്തിച്ചിരുന്നു. ഇപ്പോഴസാധ്യം, നടക്കുകയില്ല. നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതാകുന്നു. ഇതായിരുന്നു ഗുരുവിന്റെ ദർശനം. അല്ലാതെ ഏതെങ്കിലും ആളുകൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയോ അന്യമത വിദ്വേഷം പ്രകടിപ്പിക്കുകയോ ചെയ്യുകയല്ല. ഏതെങ്കിലും പ്രദേശത്തെ ഇരുട്ടിൽ തള്ളുക, ഇരുട്ടാണെന്നോ പാതാളമാണെന്നോ പ്രഖ്യാപിക്കലല്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഗാന്ധി ഗുരു സംവാദത്തിന്റെ അവസാന ഘട്ടത്തിൽ
ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തം തന്നെയോ സ്വാമി എന്ന് ചോദിക്കുമ്പോൾ അന്യമതങ്ങളിലും മോക്ഷമാർഗങ്ങൾ ഉണ്ടല്ലോ എന്ന് ഗുരു പറയുമ്പോൾ തൊട്ടടുത്തൊരു വാചകം ഗാന്ധി ചോദിക്കുന്നുണ്ട്, മറ്റ് മതങ്ങളുടെ കാര്യം അവിടെ ഇരിക്കട്ടെ, ഹിന്ദുമതത്തിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. നിവർത്തിയില്ലാതെ ഗുരു പറഞ്ഞു, പര്യാപ്തം തന്നെ, പര്യാപ്തം തന്നെ. കണക്കണ്ടാലോ എന്ന് വിചാരിച്ചട്ട, വേറൊന്നും കൊണ്ടല്ല. ഗുരു പറഞ്ഞു, ലൗകികമായ സ്വാതന്ത്ര്യത്തെയാണല്ലോ ആളുകൾ അധികം ഇച്ഛിക്കുന്നത്. എന്താണ് ഗുരു പറഞ്ഞ മറുപടി? ലൗകികമായ സ്വാതന്ത്ര്യത്തെയാണല്ലോ ആളുകൾ അധികം ഇച്ഛിക്കുന്നത്. മോക്ഷത്തിന്റെ കാര്യമൊക്കെ ഗാന്ധി പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ, മോക്ഷമൊന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത്. എന്താണ്? ലൗകികമായ സ്വാതന്ത്ര്യമാണ് വേണ്ടത് എന്നാണ് നാരായണ ഗുരുസ്വാമികൾ വിളംബരം ചെയ്തത്. ഗുരുവിന് വേണ്ടത് മോക്ഷമായിരുന്നില്ല, ഗുരുവിന് വേണ്ടത് ലൗകികമായ സ്വാതന്ത്ര്യമായിരുന്നു. നാരായണ ഗുരുസ്വാമികൾ പോരാടിയത് സ്വന്തം ജനതയുടെ ലൗകികമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. ഈ ലൗകിക സ്വാതന്ത്ര്യമാണ് ഗുരു ഗാന്ധി സംവാദത്തിന്റെ കാതൽ എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ലൗകിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം, അപരപ്രിയം, അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ എന്ന് പറയുന്നതിലൂടെ അപരപ്രിയവും ലൗകിക സ്വാതന്ത്ര്യത്തെയാണല്ലോ ആളുകൾ അധികം ഇച്ഛിക്കുന്നത് എന്ന് പറഞ്ഞതിലൂടെ പ്രാതിനിധ്യ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയും നാരായണ ഗുരുസ്വാമികൾ നിലക്കൊണ്ടു എന്നുള്ളതാണ്. ഇതാണ് ഗുരുദർശനത്തിന്റെ കാതൽ. അതിനുവേണ്ടിയാണല്ലോ താൻ പരിശ്രമിക്കുന്നത് എന്ന് ഗാന്ധി പറഞ്ഞപ്പോൾ അതിന് ഗാന്ധി വീണ്ടും ജനിക്കേണ്ടി വരും എന്നാണ് ഗുരുസ്വാമികൾ നൽകിയ മറുപടി. ഗാന്ധി വീണ്ടും ജനിക്കേണ്ടി വരും. അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് ഗുരുസ്വാമികൾ പറഞ്ഞു വെച്ചത്. ഗാന്ധി ഗുരു സംവാദത്തിന്റെ ആ കാഴ്ചയുടെ ശതാബ്ദി വേളയിലൂടെ, ആ സ്മരണയിലൂടെ നാം കടന്നു പോകുമ്പോൾ ദുസ്തരമായൊരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നാം ജീവിക്കുന്ന സാമൂഹ്യ പരിതസ്ഥിതി എന്ന് പറയുന്നത് RSSന്റെ ശതാബ്ദി വേളയാണ്. ആ ശതാബ്ദി വേളയിലാണ് നാം നിൽക്കുന്നത്. രാജ്യത്താകമാനം ഭീകരമായി മണിപ്പൂരിലെ അക്രമങ്ങളും, രാജ്യത്ത് വ്യത്യസ്ത പ്രദേശങ്ങളിൽ നടക്കുന്ന കലാപങ്ങളും, ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് ആളുകളെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം. മുസ്ലിം പള്ളികൾ ഈ രാമനവമി ദിനത്തില് മുസ്ലിം പള്ളിയുടെ മുമ്പിലൂടെ പോവുകയും വാളും പരിചയും കോരും ഒക്കെയായിട്ട് പ്രദർശനം നടത്തിക്കൊണ്ടാണ് ഈ രാമനവമി നാളിൽ ഉത്തരേന്ത്യയിലല്ല, രാജസ്ഥാനിലൊക്കെ അടുത്തിടെ നടന്ന രാമനവമി ഘോഷയാത്രയോടനുബന്ധിച്ചുള്ള ആ രംഗം നോക്കിയാൽ അറിയാം നമുക്ക് എത്രമാത്രം അക്രമ സ്വഭാവത്തോടു കൂടിയാണ് ഈ ഘോഷയാത്രകളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് നാരായണ ഗുരുസ്വാമികൾ നമ്മളെ പഠിപ്പിച്ചത് കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയും ആർന്നിടിലും എന്നാണ്. കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയും ആർന്നിടിലും എന്നാണ്. കൊല്ലുന്നവന് ശരണ്യതയില്ല, അരുളുള്ളവനാണ് ജീവി എന്ന് പറഞ്ഞതിലൂടെ ആത്മസാഹോദര്യത്തിന്റെയും അപരപ്രിയത്വത്തിന്റെയും മഹത്തായ തത്വങ്ങളും ദർശനങ്ങളും ജീവിത പ്രയോഗ വഴികളുമാണ് ഗുരു നമുക്ക് സംഭാവന ചെയ്തത്. അതുകൊണ്ട് ഗുരു ഗാന്ധി സംവാദത്തിന്റെ ഈ ശതാബ്ദിയിലൂടെ കടന്നു പോകുമ്പോൾ ഗുരുവിലും ഗാന്ധിയിലും അംബേദ്കറിലും കാണുന്ന ചില ആശയങ്ങളുണ്ട്. അത് ഹിന്ദു മുസ്ലിം വൈരം വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഹിന്ദു മുസ്ലിം മൈത്രിക്കായിട്ട് ഗാന്ധി നിലക്കൊണ്ടു എന്നുള്ളത് നാം പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വലിയ കലാപങ്ങൾ നടക്കുമ്പോൾ ആ കലാപഭൂമിയിലേക്ക് ഗാന്ധി ഇറങ്ങിച്ചെന്നു എന്നുള്ളത് വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു സന്ദർഭം കൂടിയാണ്. അതേ സമയത്ത് തന്നെ സനാതന ധർമ്മത്തോട്, ജാതി വ്യവസ്ഥയോട്, വർണ്ണാശ്രമ ധർമ്മത്തോട് ഗാന്ധിക്കുണ്ടായിരുന്ന നിലപാട് പ്രതിലോമകരമായിരുന്നു എന്നുകൂടി നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ശതാബ്ദി എന്ന് പറയുന്നത് ഹിന്ദുത്വവാദികളാൽ കൊല്ലപ്പെട്ട ഗാന്ധിയെ ഉയർത്തിപ്പിടിക്കുകയും സനാതന ധർമ്മവാദിയായ ഗാന്ധിയെ ഉപേക്ഷിക്കുകയും വേണം. ഹിന്ദുത്വവാദികളുടെ കരങ്ങളാൽ ഇന്ത്യക്ക് വേണ്ടി രക്തസാക്ഷിയായ ഗാന്ധിയെ ഉയർത്തിപ്പിടിക്കുകയും സനാതന ധർമ്മവാദിയായ ഗാന്ധിയെ ഉപേക്ഷിച്ചും ഡോക്ടർ BR അംബേദ്കറും നാരായണ ഗുരുസ്വാമികളും മുന്നോട്ട് വെച്ച അപരപ്രിയത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും പരസ്പര സഹജീവനത്തിന്റെയും ആശയങ്ങളെയും മൂല്യങ്ങളെയും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ആവാഹിച്ചുകൊണ്ട്
ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആത്മഭാവമായി സാഹോദര്യത്തെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കാലം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ നാം സുസജ്ജരാകേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, സ്നേഹാഭിവാദ്യം.